ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനം മിസ് ലൈഫ്. നമ്മൾ പോണ്ടിച്ചേരിയിലെ മാൻഗ്രൂവ് വില്ലേജിന്റെ ഡോർ കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ സമ്മറിൻ ബേത്ലഹേമിലെ ജയറാമിന്റെ ഫാമിലേക്ക് കയറിയ ഒരു ഫീൽ ആയിരുന്നു. കല്ലും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇതുണ്ടോ അല്ലേ? ഫുള്ള് കല്ല അല്ലെ, കമ്പിയെ കോർത്ത് വെച്ചേക്കുവാടി, അല്ലെങ്കിൽ എല്ലാം കൂടെ അലിഞ്ഞു പൊളി താഴെ കിടക്കത്തില്ലേ. പോണ്ടിച്ചേരിയിൽ വരുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മാൻഗ്രൂവ് വില്ലേജ്. അവിടുത്തെ മാൻഗ്രൂവ് ഫോറസ്റ്റിലൂടെയുള്ള ബോട്ടിംഗ് അടിപൊളി ഒരു ഫീലാണ്. ആദ്യം ആ ഡോറിലൂടെ അകത്തേക്ക് കയറിയപ്പോൾ നമ്മളൊന്ന് മാവ് വെച്ചിങ്ങനെ നിന്നുപോയി, എവിടെയാണ് ഫോറസ്റ്റ്, വല്ല പറ്റിക്കപ്പെട്ടോ എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിനുള്ളിലേക്ക് അകത്തേക്ക് എങ്ങനെ പോകണം, അവിടെയാണ് ബോട്ടിംഗ് ഒക്കെ ഉള്ളതെന്ന്. പക്ഷെ ഇവിടെ വന്ന ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല, അത്രയ്ക്ക് ഒരു ഫീലായിരുന്നു ഇവിടെ ഈ ഒരു ബോട്ടിലൂടെ പോയപ്പോൾ. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു, ഇവിടെ ബോട്ടിങ്ങിന് വരാൻ വേണ്ടിയിട്ട് 600 രൂപ മുതൽ പെർ ഹെഡ് അവർ ആവശ്യപ്പെടുന്നുണ്ടെന്നൊക്കെ. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമുക്ക് 200 രൂപയ്ക്കൊക്കെ പോകാമെന്ന്. പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്തല്ലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഒറ്റ ഓഫീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഡൽട്ടിന് 500 രൂപയും കിഡ്സിന് 250 രൂപയായിരുന്നു ഇവിടുത്തെ റേറ്റ് വരുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇവർ നമ്മളെ 5 സ്ഥലങ്ങളിൽ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാൻഗ്രൂവ് ഫോറസ്റ്റിലൂടെയുള്ള റൈഡ് കഴിയുമ്പോഴേക്കും നമ്മൾ വലിയൊരു തടാകത്തിന്റെ അവിടേക്കാണ് എത്തുന്നത്. അവിടെ നിന്ന് നമ്മൾ ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോകും. അവിടെ നമുക്ക് ചില കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പഴയ ഒരു ബിൽഡിംഗ് ആണിത്. ഇത് വെറും ഒരു ബിൽഡിംഗ് അല്ല കേട്ടോ, ഇൻഡോ റോമൻ വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങളുടെ ഒരു ചരിത്ര അവശിഷ്ടമാണിത്. അരിക്കമേട് എന്ന ഈ സ്ഥലം ഇപ്പോൾ ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണുള്ളത്. അരിക്കമേട്ടിൽ നിന്ന് നമ്മൾ പോയത് പോണ്ടിച്ചേരി ഹാർബറിന്റെ അവിടേക്കാണ്. നമ്മൾ അവിടെ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് അതിലേക്കൂടെ നമ്മൾ ബോട്ടൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോയി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഒരു ട്രിപ്പിന്റെ ഏറ്റവും നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചും കൂടെ ഏറ്റവും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടെ പുഴയും കടലും കൂടെ ചേരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ ബോട്ടെല്ലാം വന്നിട്ട് കുറേ ഒരു സ്പെഷ്യൽ രീതിയിലൊക്കെ ഇവര് അതിനെ അങ്ങ് കുലുക്കി കുലുക്കി ഓടിച്ച് നമുക്ക് നല്ല ഒരു എക്സൈറ്റ്മെന്റ് ഫീലൊക്കെ തരുമായിരുന്നു. പക്ഷെ ഒരു തവണ കുലുക്കിയപ്പം ഉള്ള വെള്ളം മുഴുവൻ കൂടെ നമ്മളുടെ ദേഹത്തേക്ക് വീണ് ഫോണും നനഞ്ഞ് ഡ്രസ്സും ഒക്കെ നനഞ്ഞ് എല്ലാവരും വല്ലാണ്ട് നനഞ്ഞു. ശരിക്കും പേടിച്ചൊക്കെ പോയിരുന്നു. അപ്പം ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോരാൻ നേരത്താണ് അതൊക്കെ എടുത്തത്. അപ്പം ഞാൻ ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മളുടെ ബോട്ട് ഓടിക്കുന്ന ആളുടെ കയ്യിലെ ടാറ്റു കണ്ടത്. പുള്ളിയുടെ ഫാദറിന്റെ ഫേസ് ആയിരുന്നു അത്. ഈ മാൻഗ്രൂവ് ഫോറസ്റ്റ് ബോട്ട് റൈഡ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ജെയിൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ളി മാർബിളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിൾ ആയിരുന്നു. നല്ല കൂൾ ആൻഡ് കാം ഒരു
പ്ലേസ് ആയിരുന്നു. കുറെ നേരം നമ്മൾ അവിടേക്ക് ഇരുന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. നല്ല ഭംഗിയുള്ള ഒരു സ്പേസ് ആയിരുന്നു. ഈ ജെയിൻ ടെമ്പിളും കൂടെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോണ്ടിച്ചേരിയിലെ വൈറ്റ് ടൗണിലേക്കാണ് പോയത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ടാക്സി റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ നമ്മളെ ഹോട്ടലിന്റെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 1 day ലീവയ്ക്ക് വേണ്ടി എടുത്തതായിരുന്നു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ വൈറ്റ് ടൗണിലെ നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ഫുഡൊക്കെ കഴിക്കണമല്ലോ, ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും. ഇത് നമ്മൾ റോക്ക് ബീച്ചിന്റെ തൊട്ടടുത്തായിട്ടായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ രാത്രി റോക്ക് ബീച്ചിന്റെ അവിടെ പോയി കുറേ നേരം ഇരുന്നു, കാറ്റൊക്കെ കൊണ്ട് എൻജോയ് ഒക്കെ ചെയ്തു. ഇവിടുത്തെ നൈറ്റില് നല്ല രസമാണ് ഓരോരോ ബിൽഡിങ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ GMTയിൽ പോയി പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ് ഒക്കെ കഴിച്ചിട്ട് കുറേ നേരം ആ സ്ട്രീറ്റിലൂടെ നടന്നു. കുറേ രാത്രി വരെ ഞങ്ങൾ അതിലെ അങ്ങനെ നടക്കുമായിരുന്നു. രാത്രി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സ്ട്രീറ്റ്സിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ ബീച്ച് സൈഡ് റോഡിലൂടെയൊക്കെ ഫ്രീ ബേഡിനെ പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാം ഫീലാണ്. ആ ഫീൽ എന്താണെന്ന് ശരിക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് അവിടെ ഡോക്ടർ BR അംബേദ്കർ മണിമണ്ഡപം എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കണ്ടത്. പിന്നെ അങ്ങോട്ട് കയറി. കുറേയേറെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് വിശന്നു. പിന്നെ അവിടെ വൈറ്റ് ടൗണിലുള്ള ഒരു ഫ്രഞ്ച് കിച്ചണിൽ കയറിയിട്ട് നമ്മൾ പിസ്സ ആണ് ഓർഡർ ചെയ്തത്. അവിടത്തേക്ക് പിസ്സയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് പോരുന്നതിന് മുന്നേ കുറേ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട കുറേ കഫേസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറണം, അവിടുന്ന് ഫുഡൊക്കെ കഴിക്കണം, അവിടുത്തെ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പോണ്ടിച്ചേരിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ കഫേസ്, സ്ട്രീറ്റ്സ്, ഫോട്ടോ സ്പോട്ട്സ് അതൊക്കെയാണല്ലോ മെയിൻ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ളത്. ഇന്നത്തെ നടപ്പൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവിടെ വരുന്ന വഴിയിൽ ഒരു മസാജിങ് സെന്റർ ഉണ്ടായിരുന്നു. അവിടെ കയറി മസാജ് ഒക്കെ ചെയ്തിട്ടാണ് റൂമിലേക്ക് പോയത്. അപ്പോൾ നാളത്തെ വിഷ്വൽസ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.